ഹായ് എല്ലാവർക്കും നമസ്കാരം. മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2-3 ഡിസൈൻസ് ഉണ്ട്, അതിൻ്റെ പല പല കളേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. സിംഗിൾ റേറ്റ് വീഡിയോ ആണ്. ഏതെടുത്താലും 860 രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ. സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കിനാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ട് വരിക. അപ്പം 860 രൂപയാണ് ഏതെടുത്താലും. നല്ല സോഫ്റ്റ് കോട്ടൺ, നല്ല സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക്കാണ്, പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ വാഷിങ്ങും കെയറിങ്ങും എല്ലാം പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യണം. അതായത് ഡാർക്ക് കളേഴ്സ് സെപ്പറേറ്റ് ഇട്ട് വാഷ് ചെയ്യുക, ഒരു വെയിലത്തിട്ട് ഉണക്കാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഷെയ്ഡിലൊക്കെ ഇട്ട് വേണം ഉണക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ കളർ ഗാർഡ് ഉപയോഗിച്ചാൽ വളരെ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഷാമ്പൂ എങ്കിലും ഇട്ട് വാഷ് ചെയ്യുക. ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് കോട്ടൺ തുണി ചീത്തയാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറാണ്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ കസ്റ്റമൈസേഷനോ അങ്ങനത്തെ യാതൊരു ഫെസിലിറ്റീസും ഇല്ല. മെയിൻ ബിസിനസ് നമുക്ക് ചുരിദാർ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ കുർത്താസ് അങ്ങനത്തെയൊക്കെ സൈഡിൽ കൂടെ ചെറുതായിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ബിസിനസ് പറയുന്നത് ചുരിദാർ മെറ്റീരിയലാണ്, അതും കോട്ടൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക്, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ച സമയത്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് ഡാമേജ് പ്രോഡക്ട്സിന് മാത്രമേ റിട്ടേണോ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ ഉള്ളൂ. അല്ലാതെ നിറം ഇഷ്ടപ്പെട്ടില്ല, നേരിട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റിട്ടേൺ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് നമ്മൾ അയക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക. പിന്നെ ഡാമേജ് പ്രോഡക്ട്സ് ആണെങ്കിൽ തന്നെയും ഓപ്പൺ വീഡിയോ മസ്റ്റാണ്. ഓപ്പൺ വീഡിയോ വേണം. അതായത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് അങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ജെനുവിനിറ്റിയിൽ സംശയം ഇതാവുമല്ലോ. എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്ന സത്യമാണെന്ന് നമുക്കൂടെ മനസ്സിലാവേണ്ടത്. അതിനാണ് ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാനായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ചെറുതായ കളർ വേരിയേഷൻസ് ഉണ്ടാവും, കാരണം അത് ക്യാമറ ക്ലാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഏത് ഫോണിലാണോ എടുക്കുന്നത് ആ ക്യാമറ ക്ലാരിറ്റി, ആ ക്യാമറയുടെ റെസൊല്യൂഷൻ അനുസരിച്ചായിരിക്കും കളേഴ്സ് വരിക. അപ്പം നമ്മൾ മറ്റൊരു ഫോണിൽ, നിങ്ങൾ കാണുന്ന മറ്റൊരു ഫോണിലായിരിക്കുമല്ലോ, അപ്പോൾ ആ ഫോണിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് ആ ക്യാമറ ക്ലാരിറ്റിയിൽ ആ ഡിഫറൻസ് കാരണം കളറിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. കോൾ വിളിക്കരുത്, മെസ്സേജ് അയയ്ക്കുക. 24 മണിക്കൂറിനുള്ളിൽ ഉറപ്പായും നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടിയിരിക്കും. പ്രോഡക്റ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അല്ലാതെ നമ്മളല്ലാതെ ഒരു ഹായ് ബൈ അങ്ങനെ വിടുന്നതിനല്ല. അല്ലാതെ പ്രോഡക്റ്റുമായിട്ടുള്ള ക്വറീസിന് കറക്റ്റ് 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും. ജസ്റ്റ് പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഒന്നും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ തന്നെ ജസ്റ്റ് നിങ്ങളുടെ പേരും സ്ഥലവും വെച്ചിട്ട് ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കാം. ഭാവിയിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വഴിയായിട്ടും, കാരണം എപ്പോഴും നമ്മൾ ആദ്യം സ്റ്റാറ്റസ് അപ്ഡേഷനാണ് നടത്താറ്. 90% സ്റ്റാറ്റസ് അപ്ഡേഷൻ നടത്തും. 1-2 ദിവസത്തിന് ശേഷമായിരിക്കും വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ മെസ്സേജ്, നിങ്ങളൊരു എന്താ പറയുക, നമ്മുടെ കോൺടാക്റ്റിൽ ഇരിക്കുന്നത് നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോ ഫോട്ടോസ് അയച്ചോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഓൾറെഡി എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർക്കറിയാം. അങ്ങോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. ഇങ്ങോട്ട് അയക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി മാത്രമേ അയക്കാറുള്ളൂ. ഓക്കെ, അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി ഇല്ല. നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഇവിടുന്ന് അയച്ചു തരും. അത് കിട്ടി 10 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരാൾക്ക് വേണ്ടി 1 ദിവസമോ 2 ദിവസമോ പ്രോഡക്റ്റ് മാറ്റി വെക്കാനായിട്ട് പറ്റില്ല. പൈസ അത്രയും അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻ്റ് എങ്കിലും ചെയ്ത്, അതായത് ഒരു 100-300 രൂപ എങ്കിലും നിങ്ങൾ പേ ചെയ്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഫുൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നില്ല, അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് പ്രോഡക്റ്റ് മാറ്റി വെക്കാം. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ റിട്ടേൺ ചെയ്യുക അങ്ങനത്തെ ഇതൊന്നുമില്ല. അങ്ങനത്തെ നമുക്ക് ഫെസിലിറ്റീസ് ഇല്ല. ഓക്കെ, അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് 1-2 ദിവസത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ എപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ വരിക നിങ്ങൾക്ക് മാറ്റി വെക്കാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതെങ്കിൽ അന്നേരം ബാക്കി പേയ്മെൻറ്റ് അയച്ചു തരിക. അതിനുശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കുമ്പോൾ ഇവിടുന്ന് പ്രോഡക്റ്റ് അയച്ചു തരും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റിയോ അല്ലാതെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഇല്ലാതെ പ്രോഡക്റ്റ് ഹോൾഡിങ്ങോ അങ്ങനത്തെ യാതൊരു ഫെസിലിറ്റീസും ഇല്ല കേട്ടോ. കാരണം പലരും ഇങ്ങനെ ആദ്യമൊക്കെ, അപ്പോൾ നമ്മൾ തീരെ ചെയ്യാറില്ല, പക്ഷേ തുടക്കത്തിലൊക്കെ പണ്ടൊക്കെ ഇതുപോലെ മാറ്റി വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ പറയും. പിന്നെ ആൾക്കാരുടെ പൊടി പോലും കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ, കാരണം നമുക്കങ്ങനെ ഒരാൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമ്മളുടെ എത്രയോ കസ്റ്റമേഴ്സിന് ആണ് നമുക്ക് മിസ്സാവുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രോഡക്റ്റ് സോൾഡ് ആവുന്നതനുസരിച്ച് അതല്ലേ നമ്മുടെ ബിസിനസ്സിനും അത് തന്നെയല്ലേ നല്ലത്. അല്ല നമ്മളൊരാൾക്ക് വേണ്ടി അങ്ങനെ മാറ്റി വെക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് കേട്ടോ.
അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തത്. അപ്പം മുന്നേ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. എല്ലാ വീഡിയോയിലും ഇതിങ്ങനെ പറഞ്ഞ് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ വളരെ വിശാലമായിട്ടൊന്നും പറയാത്തത്. കണ്ടോണ്ടിരിക്കുന്നവർക്കും ബോറടിക്കും, എന്നാലും ഇടയ്ക്കൊക്കെ അത് പറയണമല്ലോ. പുതുതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ രീതികൾ അറിയണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്, അതിനനുസരിച്ചാണ് മാൻസ് ഫാഷൻസിൻ്റെ ഒരു സിസ്റ്റത്തിനനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഓക്കെ, കളേഴ്സിൽ ചില ഡിഫറൻസ് കാണും. അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്തേക്ക് ഏത് കളറാണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് കളർ ചാർട്ട് അവൈലബിൾ ആണെങ്കിൽ കളർ ചാർട്ടിൽ ഇന്ന കളറാണെന്നുള്ളത് നമ്മൾ തിരിച്ച് റിപ്ലൈ അയക്കുന്നതായിരിക്കും. കാരണം ഫോണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫോൺ ഒരു മെഷീനല്ലേ, അതിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവില്ലല്ലോ. അത് ജസ്റ്റ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മാത്രമാണ് ഫോൺ. അതിന് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഫോൺ പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ ക്യാമറ റെസൊല്യൂഷനിൽ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ കളേഴ്സ് അത് കാണിക്കുക. അപ്പോൾ ഫോണിനെ കുറ്റം പറഞ്ഞിട്ട് കഥയല്ലല്ലോ, അതിന് മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ ഫോണിന്. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പ്രോഡക്റ്റിൻ്റെ വീഡിയോ വേണം, അല്ലെ പ്രോഡക്റ്റിൻ്റെ ഏത് കളറാണെന്ന് കറക്റ്റായിട്ടൊന്ന് കൺഫേം ചെയ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാണെങ്കിൽ ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് അജ്രക് പ്രിൻസ് ആണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ. അതിൻ്റെ യോക്ക് പോർഷനിൽ ഒരു ചെറിയ കളർ ഡിഫറൻസും പിന്നെ കുറച്ച് സീക്വൻസ് വർക്കും നോട്ട് വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് യോക്ക് പോർഷനിൽ വരിക. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വടി പോലെ നിൽക്കാത്ത കോട്ടൺ ആണ്. കുറച്ചുകൂടെ GSM കുറഞ്ഞ കോട്ടൺ ആണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. സമ്മർ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ആയൊന്നും കാണത്തില്ല. വേണമെങ്കിൽ ലൈനിങ് ഇട്ടാൽ മതി, പക്ഷെ എപ്പോഴും ലൈനിങ് ഇട്ട് തയ്ച്ചാലാണ് ഡ്രസ്സിന് നല്ലൊരു പിടുത്തം കിട്ടുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് വശം ഇങ്ങനെ വരും. നല്ലൊരു ഡാർക്ക് ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് ലെങ്ത് വരുന്നത്. ഒരു 46-47 ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും കേട്ടോ. എൻ്റെ ഹൈറ്റ് 159 സെൻറ്റിമീറ്റർ ആണ്. എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ XL ആണ്. എൻ്റെ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ സൈസ് XL ആണ് കേട്ടോ. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന XL സൈസാണ്. അപ്പോൾ ഇതിൻ്റെ വിട്ത് കണ്ടല്ലോ, ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ബാക്കിൽ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിട്ത് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു 46 ഇഞ്ചസൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് കിട്ടും. ഇതാണ് ഇതിൻ്റെ പാൻറ്റ്. ഇതിൽ പാച്ച് വർക്ക് അല്ല, ഇതിങ്ങനെ പാച്ച് വർക്ക് പോലത്തെ ഉണ്ട് ഇതിൻ്റെ, പക്ഷേ ഇത് പാച്ച് വർക്ക് അല്ല കേട്ടോ. ഇത് ഒരു എന്താ പറയുക, ഒരു ക്രീം കളറിലെ പാൻറ്റാണ്. അതിൽ കംപ്ലീറ്റ് ഇതിൻ്റെ സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സ്ക്രീൻ പ്രിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ ഇതും അത്ര ഒരു എന്താ പറയുക പെർഫെക്ഷനിലായിരിക്കത്തില്ല വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ ഫാബ്രിക് വരിക. ഓക്കെ, ഇതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് മൽമൽ കോട്ടൺ ഫാബ്രിക്കിലാണേ. ഇങ്ങനെയാണ് ദുപ്പട്ട വരിക. 2.25 മീറ്റർ വരും കേട്ടോ. ദുപ്പട്ടയിലും സെയിം പാച്ച് വർക്കാണ് വരുന്നത് കേട്ടോ. സോറി, പാച്ച് വർക്ക് അല്ല, ഇത് പാച്ച് വർക്ക് പോലെ തോന്നിക്കുന്ന പ്രിൻറ്റിംഗ് ആണ്. ഡ്രസ്സിൽ തന്നെയുള്ള ഈ ഫാബ്രിക്കിൽ തന്നെയുള്ള പ്രിൻ്റാണ് കേട്ടോ. എക്സ്ട്രാ പ്രിൻറ്റിംഗ് ഒന്നുമല്ല, ഫാബ്രിക്കിൽ തന്നെയാണ്. ഇതാ വരെ റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, 860 ആണ്. സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളേഴ്സ് കാണാം. ആദ്യം കണ്ട് ഒലീവ് ഗ്രീൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്ന ഒരു മസ്റ്റേർഡ് യെല്ലോ പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. അതിൻ്റെ പ്രിൻറ്റിങ് അജ്രക് പ്രിൻസിനോട് സാമ്യമുള്ള പ്രിൻ്റാണ്. പക്ഷേ പ്രിൻറ്റുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല കേട്ടോ. ഭയങ്കര പെർഫെക്ഷനിലല്ല പ്രിൻറ്റുകൾ വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻസിനോട് സാമ്യമുള്ള രീതിയിലാണ്. പക്ഷേ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊന്നും അല്ല, പക്ഷേ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിനോട് സാമ്യമുള്ള രീതിയിൽ ഇംപെർഫെക്ഷനിലാണ് പ്രിൻസ് വരുന്നത് കേട്ടോ. ഇനിയാണ് വരിക യോക്ക് പോർഷൻ. ഇതാണ് ഇതിൻ്റെ പാൻറ്റ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം പ്രോഡക്റ്റ് വാങ്ങിക്കുക കേട്ടോ. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഒരു 46 ഇഞ്ചസൊക്കെ ലെങ്ത് കിട്ടും. 3XL വരെ തയ്ക്കാം കേട്ടോ. അതിനുള്ള ക്ലോത്ത് ഉണ്ട്. അത് ദുപ്പട്ട. പ്രൈസ് വരുന്നത് 860 രൂപയാണ്. സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഫ്രീ ഷിപ്പ്. ഇനി ഇതിൻ്റെ വരുന്നത് വെച്ചാൽ നല്ലൊരു ചാന്തിൻ്റെ കളറാണ് കേട്ടോ. നമ്മളിങ്ങനെ പൊട്ടൊക്കെ തുറന്ന ചാന്തില്ലേ, അതിൻ്റെ ഒരു ഡാർക്ക് മെറൂൺ അല്ലെങ്കിൽ ഒരു ചാന്തിൻ്റെ ഒക്കെ കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ യോക്ക് പോർഷനിൽ വരിക. സിമ്പിളായിട്ടുള്ള വർക്കുണ്ട്. നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. കട്ടിയുള്ള കോട്ടൺ അല്ല ഇത്. GSM കുറഞ്ഞ കോട്ടണിനാണ് സോഫ്റ്റ് കോട്ടൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്.
ഒട്ടും ചൂട് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പറ്റിയ ഫാബ്രിക്കാണ്. പക്ഷേ ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കുന്നതാണ് നല്ലത്. തുണിക്കൊരു ബലം കിട്ടും, പ്രത്യേകിച്ച് സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ. ഇതാണ് പാൻറ്റ്, ഇതാണ് ദുപ്പട്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് സ്ക്രീൻ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പെർഫെക്ഷൻ ഒന്നും കാണത്തില്ല. മറ്റേ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് പോലെ തന്നെയാണ് ഈ സ്ക്രീൻ പ്രിൻറ്റിങ്. അത്ര പെർഫെക്ഷനിലായിരിക്കത്തില്ല കേട്ടോ വരുന്നത്. എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പ്രിൻറ്റുകളൊക്കെ തന്നെ നോക്കിയാൽ അറിയാം, അത്ര വലിയ പെർഫെക്ഷനിലൊന്നും ആയിരിക്കത്തില്ല പ്രിൻറ്റുകൾ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഗ്രീൻ, ഇത് നല്ലൊരു കരിഞ്ഞ പച്ച കേട്ടോ. ചിലപ്പോൾ ഇത് വീഡിയോയിൽ ബ്ലൂ ആയിട്ടായിരിക്കും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു ബ്ലൂയിഷ് ഗ്രീനാണ്. കാരണം ഇതിൻ്റെ ഈ ഓപ്പോഷനിലെ വർക്കൊക്കെ കണ്ടോ, ഇതൊക്കെ ബ്ലൂ കളറിലെ ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്ലൂയിഷ് ഗ്രീനാണ്. ഒരു കരിഞ്ഞ പച്ചയോട് സാമ്യമുള്ളൊരു ഡാർക്ക് കളറാണ്, എന്തായാലും ഡാർക്ക് കളറാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡാർക്ക് കളേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ട ഇങ്ങനെയാണ്. ഇതാണ് അടുത്ത ഡിസൈൻ കേട്ടോ. ഇതൊരു 6 ആക്ക് പ്രിൻറ്റിലാണ് വരുന്നത്, ബ്ലാക്ക്. പിന്നെ ഈ ഓപ്പോഷനിൽ നല്ല ഭംഗിയുള്ളൊരു വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ മെറൂണാണ് കേട്ടോ. അതായത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ബ്ലാക്കിൻ്റെ കൂടെ മെറൂൺ വരും, മെറൂൺ സ്ട്രൈപ്സ് വരുമ്പോൾ ബ്ലാക്ക് പാൻറ്റ്സ് വരും. രണ്ടും നല്ല ഭംഗിയാണ് കാണാൻ. 2.5 മീറ്ററിൻ്റെ പാൻറ്റാണ് കേട്ടോ, പ്ലെയിൻ ബോട്ടം. ടോപ്പ് ഒരു 46 ഇഞ്ചസ് ഒക്കെ ലെങ്ത് കിട്ടും. ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ താഴത്തെ വശത്തും നല്ലൊരു ഇങ്ങനത്തെ ഒരു ടേപ്പിങ് വരും. താഴെ നിങ്ങൾക്ക് തുണിയൊന്നും പോകത്തില്ല, ജസ്റ്റ് മുകളിൽ മാത്രം അര-മുക്കാൽ ഇഞ്ച് പോകത്തുള്ളൂ. ഇതൊരു 47 ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് മൽമൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ട. ഇങ്ങനെയാണ് വരിക. ഇതിനകത്ത് വല്ല അജ്രക് പ്രിൻസ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള പീസ്. ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ, 760 രൂപ. സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഫ്രീ ഷിപ്പിങ്ങിൽ. ഇതാണ് അടുത്തത്. അതായത് അടുത്തിന് വരെ കളർ ചേഞ്ച്. ഇതൊരു ചാന്ത് കളറാണ് കേട്ടോ, ഡാർക്ക് മെറൂൺ കളറാണ്. കളേഴ്സ് ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് കളർ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ചതല്ലല്ലോ മെസ്സേജ് അയക്കുമ്പോൾ. അതാണ് പ്ലെയിൻ ബ്ലാക്ക് പാൻറ്റ്സ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. കളർ കോൺട്രാസ്റ്റിലാണ് കേട്ടോ ഇത് വരിക. ബ്ലാക്കിൻ്റെ കൂടെ മെറൂൺ, മെറൂണിൻ്റെ കൂടെ ബ്ലാക്ക്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട വരുന്നത് 2.25 കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഇനി അടുത്ത ഡിസൈൻ കാണാം. അടുത്ത ഒരു കലംകാരി പ്രിൻറ്റിൽ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഇത് യോക്ക് പോർഷനിൽ ഇങ്ങനെ വർക്ക് വരും. പിന്നെ ഇങ്ങനെ ഉണ്ടോ, നല്ല ഗോൾഡൻ ത്രെഡ്സിൻ്റെ ഒക്കെ വർക്ക് വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള വർക്കാണ്. ചെറിയൊരു മിറർ വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇതാണ് ഓൾ ഓവർ ഈ പ്രിൻ്റ് ആയിരിക്കും വരിക കേട്ടോ. ഇതെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. നല്ലൊരു ടീൽ ബ്ലൂ കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ നല്ലൊരു ബ്ലൂ കളറാണ്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഏരിയ വരിക. ഇതാണ് ബാക്ക് സൈഡ്. ഇങ്ങനെ കേട്ടോ വരിക. ഒരു 46-47 ഇഞ്ചസ് ഒക്കെ ലെങ്ത് കിട്ടും. ഇതാണ് ഇതിൻ്റെ പാൻറ്റ്. ഓൾ ഓവർ കംപ്ലീറ്റ് സ്ട്രൈപ്സ് പാറ്റേണിൽ 2.5 മീറ്റർ ഉണ്ട് കേട്ടോ പാൻറ്റ്. കൈയുടെ ഇവിടെയൊക്കെ പടിയൊക്കെ വെക്കാൻ നല്ല രസമായിരിക്കും. കൈയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പടി വെച്ച് താഴെ പൈപ്പിംഗ് ഒക്കെ. താഴെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നുമില്ല താഴത്തെ ഏരിയയിൽ. അപ്പോൾ താഴെ ഇങ്ങനെ പാൻറ്റിൻ്റെ പീസിൽ പൈപ്പിംഗ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. മൽമൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട. 2.25 മീറ്ററിൻ്റെ ദുപ്പട്ട. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് കേട്ടോ. പ്രൈസ് സെയിം തന്നെയാണ്, 860 രൂപ. സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഫ്രീ ഷിപ്പിങ്ങിലാണേ. ഇതാണ് അടുത്തത്. ഇതൊരു ഡാർക്ക് മെറൂണും ഗ്രീനും കൂടെ, സോറി ഗ്രീൻ അല്ല, ഡാർക്ക് മെറൂണും ഒരു ടീൽ ബ്ലൂ കളറൂടെ ഒക്കെ. ടീൽ ബ്ലൂ ആണെന്ന് തോന്നുന്നു. അതെ, ടീൽ ബ്ലൂ സാമ്യമുള്ളൊരു കളറൂടെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ പീസ്. ഇതാണ് പാൻറ്റ്. ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം അയക്കുന്നത് വെനസ്ഡേയിലായിരിക്കും കേട്ടോ. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാ ഓർഡറും ഇന്നും നാളത്തെ ഓർഡർ കംപ്ലീറ്റ് വെനസ്ഡേ ആയിരിക്കും കേട്ടോ അയക്കുക. ഇതാണ് ബാക്ക് സൈഡ്. DTDC വഴിയും പോസ്റ്റ് വഴിയും നമ്മൾ അയക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അഡ്രസ്സ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ DTDC ആണോ പോസ്റ്റ് ആണോ എന്ന് ജസ്റ്റ് അയച്ചാൽ വളരെ നല്ലതായിരിക്കും.
DTDC ആണ് പെട്ടെന്ന് കിട്ടുന്നത് കേട്ടോ. പക്ഷേ എല്ലാവർക്കും വീട്ടിൽ കൊണ്ട് കൊടുക്കില്ല DTDC എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ എളുപ്പം എന്ന് വെച്ചാൽ അതിൽ ചൂസ് ചെയ്യാം. DTDC ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. അപ്പോൾ അടുത്ത ജില്ലകളിൽ പെട്ടെന്ന് കിട്ടും. ദൂരോട്ട് പോകുന്നതനുസരിച്ചാണ്. വടക്കോട്ടൊക്കെ പോകുന്തോറും ഡേയ്സ് കൂടുതലെടുക്കും. 3 മുതൽ 4 വർക്കിംഗ് ഡേ വരെ എടുക്കും പോസ്റ്റിൽ. DTDC ആകുമ്പം കേരളത്തിൽ എവിടെ ആയാലും 2 വർക്കിംഗ് ഡേയിലാണ് കിട്ടാറ്. ഇതാണ് പാൻറ്റിൻ്റെ പീസ്. അടുത്തത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ. എൻ്റെ കണ്ണ് കുത്തുന്ന പോലത്തെ യെല്ലോ അല്ല, നല്ലൊരു യെല്ലോ കളറാണ്. $860 കേട്ടോ. ഫ്രീ ഷിപ്പിങ്ങിലാണ്. ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോഴും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഷിപ്പിംഗ് ചാർജോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് $860. ഓക്കെ, ഷിപ്പിംഗ് ചാർജോട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. DTDC വഴിയാണെങ്കിലും പോസ്റ്റ് വഴിയാണെങ്കിലും പ്രോഡക്റ്റ് അയക്കണമെങ്കിൽ പൈസ അടയ്ക്കണം. പൈസ അടയ്ക്കാൻ നമുക്ക് പ്രോഡക്റ്റ് അയക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോഴും ഷിപ്പിംഗ് ചാർജോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു റേറ്റാണ് പറയുന്നത് കേട്ടോ. അതെല്ലാവർക്കും ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ പാൻറ്റ് ഇതാണ് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടയ്ക്കാതെ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ആരും അയക്കാൻ സമ്മതിക്കില്ലല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് വരിക കേട്ടോ. ടോപ്പ് മൽമൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട. ഓക്കെ, $760 കേട്ടോ. ഫ്രീ ഷിപ്പിങ്ങിൽ, സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരിക. ഓക്കെ, DTDC വഴിയോ പോസ്റ്റ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് വേണം. DTDC വേണം, പോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. കേരളത്തിന് വെളിയിലേക്ക് നമ്മൾ DTDC വഴി മാത്രമേ അയക്കാറുള്ളൂ, പോസ്റ്റ് വഴി അയക്കാറില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.